US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ നീക്കങ്ങൾ നടത്തുന്നതായി ഇസ്രയേൽ. ഗൂഢാലോചന സംബന്ധിച്ച ഇന്റലിജൻസ് വിവരങ്ങൾ ഇസ്രയേൽ US കൈമാറിയതായിട്ടാണ് റിപ്പോർട്ട്. അതേസമയം ഇറാനുമായി ചർച്ചകൾ തുടരാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് അമേരിക്ക, ഖത്തറും ഈജിപ്തും. പാകിസ്ഥാനുമാണ് മധ്യസ്ഥ നീക്കങ്ങൾ നടത്തുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ നീക്കങ്ങൾ നടത്തുന്നുവെന്ന് ഇസ്രയേൽ പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാക്കുന്നുണ്ട് സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ ഈ സമാധാന ശ്രമങ്ങൾ അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? രാഖി, മറ്റൊരു കാര്യം, കുറേ നാളായി ഈ പശ്ചിമേഷ്യ ഇങ്ങനെ സംഘർഷഭരിതമാണ്. പ്രത്യേകിച്ച് നമ്മളൊന്ന് വിചാരിച്ചു ഒന്ന് ശാന്തമായി തുടങ്ങുമ്പോൾ തന്നെ അമേരിക്കയുടെ മിന്നലാക്രമണം ഇറാനിൽ നടക്കുന്നു. അതായത് അമേരിക്ക വരച്ച വരിയിൽ ഇറാൻ നിൽക്കുന്നില്ല. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അപ്പോൾ തങ്ങൾക്കെതിരെ ആണവാക്രമണം നടക്കുമെന്നും കൂടി ഇറാൻ അല്ലെങ്കിൽ അമേരിക്ക അറിയിച്ചിരുന്നു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ. എന്തായാലും ഐസനോട് തന്നെ ചോദിക്കാമെന്ന് തോന്നുന്നു, അല്ലേ? അതെ, ഉറപ്പായും. ഐസൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇസ്രയേൽ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകുമ്പോൾ ട്രംപിനെ ഇറാൻ ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സ്ഥിതി ഗുരുതരമാക്കുന്നുണ്ട്? രാഖി, അശ്വതി, ഏറ്റവും ഗുരുതരമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് വിവരമാണ് ഇപ്പോൾ ഇസ്രയേൽ പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് അതീവ ഗൗരവമുള്ളൊരു വിഷയം. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ടർക്കിയിൽ നടന്ന നാറ്റോ സമ്മേളനത്തിന് പിന്നാലെ ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് ഇറാൻ തന്നെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു. അതേ വാക്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാലിഡേഷനാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിൻ്റെ ഭാഗമായി കൈമാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും ഇത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നം അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി ഉയരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ഒരു അനുമതി അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മതമില്ലാതെയുള്ള ഒരു രീതിയിലാണ് ഇറാനുമായി സമാധാന ധാരണയിലെത്തിയത് എന്ന് ഇസ്രയേൽ വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വളരെ കൃത്യമായ നിലപാട് ഇസ്രയേൽ അറിയിക്കുകയും അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണ പൂർണ്ണമായും നിഷേധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം നീക്കങ്ങൾക്ക് തയ്യാറെടുക്കണമെന്ന നിർദ്ദേശം നൽകിയതൊക്കെയായുള്ള വാർത്തകൾ, വിശാലമായ വാർത്തകൾ വന്നിരുന്നു. അമേരിക്കയുമായുള്ള ബന്ധം ഇസ്രയേലുമായി ഉലഞ്ഞ ഒരു സാഹചര്യം വളരെ കൃത്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ കൃത്യമായ ഒരു നിരീക്ഷണം ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്ന്. നമുക്കറിയാവുന്നതാണ്, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണത്. ആ രാജ്യത്തിൻ്റെ അതിശക്തമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൃത്യമായി കൈമാറുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി ഇത്തരത്തിലൊരു സന്ദേശം കൈമാറിയത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി നേരത്തെ ട്രംപ് പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ ഈ സമാനമായ വാക്കുകളും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടും ചേർത്ത് വായിക്കുമ്പോൾ വിഷയം അതീവ ഗൗരവമുള്ളൊരു സാഹചര്യത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. ശരി, ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ നീക്കങ്ങൾ നടത്തുന്നതാണ് ഇസ്രയേലിന്റെ ആരോപണം. ആ ആരോപണത്തിൽ എത്രത്തോളം കഴിമുണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.